ഇപ്പൊ വരാം. പ്രസാദേ, എന്നെ കണ്ടിട്ട് എപ്പോ വന്നു എന്ന് പോലും ചോദിക്കാതെ നീ എന്താ കയറി പോകുന്നത്? ലോഹ്യം ചോദിക്കാൻ പറ്റിയൊരു മൂഡിലല്ല ഞാൻ വന്നത്. അവിടെ വന്നാ ചിലപ്പോ ഞാൻ അവരുടെയൊക്കെ പൊട്ടിത്തെറിച്ചു പോവും. ബാലമാമയുടെ മുന്നിൽ വെച്ച് അങ്ങനെ സീൻ വേണ്ടെന്ന് കരുതിയാ പോകുന്നത്. നീ എന്താ പ്രസാദ് ഇങ്ങനെ? അവിടെ ഇരുന്ന് നിന്റെ ഭാര്യയും അമ്മയുമാണ്, അല്ല ശത്രുക്കളല്ല. ആര് പറഞ്ഞു ശത്രുക്കളല്ലെന്ന്? ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അവരാ. ക്ഷോഭം വരുമ്പോ നമുക്ക് പലതും പറയാം. പിന്നീട് തണുക്കുമ്പോ ആ പറഞ്ഞതൊക്കെ ഓർത്ത് കുറ്റബോധവും തോന്നും. എനിക്കൊരു കുറ്റബോധം തോന്നില്ല. ഉറച്ച ധാരണയോടെ തന്നെയാ ഞാൻ അവരുടെ ശത്രുക്കൾ എന്ന് വിളിച്ചത്. വീടിന് പുറത്തെ ശത്രുക്കൾ സഹിക്കാം, പക്ഷെ ഇവരെയൊക്കെ ഇത്ര രോഷം കൊള്ളാൻ മാത്രം എന്താ ഉണ്ടായത്? ബാലമാമയോട് പറയേ. താഴെ അവരാകെ അമ്പരന്നിരിക്കുക. അമ്പരപ്പോ? അവർക്കോ? ആഹ്ലാദമല്ലേ? വലിയൊരു കാര്യം നേടിയതിന്റെ ആഹ്ലാദം. എന്ത് നേടി? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അമ്മ ഒരു സാധുവായിരുന്നു. മറ്റൊരാളെ നോക്കി നേരത്തിൽ ഒന്ന് നോക്കാൻ പോലും അമ്മയ്ക്ക് കഴിയില്ലായിരുന്നു. ആ അമ്മയാണ് ഒരു ദൈവമില്ലാതെ, ഒരു മനസാക്ഷി കുത്തുമില്ലാതെ എല്ലാം അവളുടെ മാനിപ്പുലേഷൻസാ. ആരുടെ? സുഹൃത്തിന്റെ മോളുടെ. ബാലമാമ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച കോഹിനൂർ രത്നം. ബാലമാമയാണ് ഈ ട്രാജഡിയിലേക്ക് എന്നെ പിടിച്ചു വലിച്ചിട്ടത്. മഹാകവിയുടെ മോളാണ്, വിനയ സമ്പന്നയാണ്, ആനയാണ്, ചേനയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ വാരിക്കുഴി വീഴ്ത്തിയില്ലേ? ഇല്ലേ? വാരിക്കുഴിയോ? സുമിത്രയെ പറ്റിയാണോ പ്രസാദേ നീ പറയുന്നത്? ഇത്രയും നാൾ കൂടെ ജീവിച്ചിട്ടും നിനക്ക് നിന്റെ ഭാര്യയെ പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എനിക്ക് നിന്നോട് സഹതാപമുണ്ട് പ്രസാദേ. യഥാർത്ഥ സ്നേഹത്തെയും ദുഃഖത്തെയും നീ തിരിച്ചറിയുന്നില്ല. ഇല്ലല്ലോ, കാരണം ഞാൻ ഇന്റലക്ച്വൽ അല്ല. എന്റെ അച്ഛൻ മഹാകവിയല്ല, വെറൊരു പോലീസ് ഉദ്യോഗസ്ഥൻ. എത്ര നാളായി പ്രസാദേ മനസ്സിൽ നീ ഈ കോംപ്ലക്സ് കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്? ഒരിക്കലെങ്കിലും നിന്റെ ഭാര്യ നിന്നേക്കാൾ സുപ്പീരിയർ ആണെന്ന് ഭാവിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും നിന്നെ ഭരിക്കാൻ വന്നിട്ടുണ്ടോ? അവക്കതിന് കഴിയില്ല. കാരണം അതാണ് ആ കുട്ടിയുടെ സംസ്കാരം. സംസ്കാരം അതൊരുപാടുണ്ടെന്ന് വളരെ മുമ്പ് എനിക്ക് മനസ്സിലായതാ. കഥയെഴുത്തും അതിന്റെ കെയർ ഓഫിലുള്ള വൾഗർ കണക്ഷൻസും. പ്രസാദേ, പറയുന്നത് എന്താണെന്ന ബോധം വേണം. നിന്റെ മഞ്ഞ കണ്ണടയിലൂടെ നോക്കി മറ്റുള്ളവരെ വിധിക്കരുത്. ആ വിധി മുഴുവൻ തെറ്റായിരിക്കും, നോൺസെൻസ് ആയിരിക്കും. ആരെയെങ്കിലും നമുക്ക് കുറ്റപ്പെടുത്തണമെങ്കിൽ ആദ്യം നമ്മൾ ക്ലീൻ ആയിരിക്കണം. യെസ്, ഐ ആം ക്ലീൻ, പെർഫെക്റ്റ്ലി ക്ലീൻ. അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. വേണ്ട, ആ ഭാവമൊന്നും എന്നെ കൊണ്ട് പറയിക്കണ്ട. ഏയ്, അങ്ങനെ ഒരു സൗജന്യൊന്നും വേണ്ട. ബാലമാമ പറയണം ബാലമാമ. യമുനയും ഞാനും തമ്മിലുള്ള ബന്ധം അതല്ലേ പറയാൻ ഉദ്ദേശിച്ച് അല്ലേ? അത് തന്നെ. എന്താ അങ്ങനെ ഒന്നില്ലേ? ഇല്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? ഉള്ളതില്ലെന്ന് ഒരിക്കലും പ്രസാദ് പറയില്ല. പ്രസാദേ, എന്താ ബാലമാമയ്ക്ക് അതിൽ ദുഃഖമോ പിണക്കമോ എന്തെങ്കിലും ഉണ്ടോ? കുടുംബ ബന്ധങ്ങളെ കുറിച്ച് ആലോചിക്കാതെയാണ് നീ സംസാരിക്കുന്നത്. ജീവിതം നീ വിചാരിക്കുന്ന പോലെ നിസ്സാരമല്ല, ഒരു കളിപ്പാട്ടമല്ല. പിടിച്ചാൽ കിട്ടാത്ത ഒഴുക്കിൽ പെട്ടുപോയാൽ പിന്നെ തിരിച്ചു വരവുണ്ടാവൂല. തിരിച്ചു വരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? ഉപദേശികൾ നമ്പർ ഓരോ ദിവസം കൂടിക്കൂടി വരിക. 24 മണിക്കൂറും വെള്ളം അടിച്ചു നടന്നിരുന്ന രമേശൻ മാഷ് പെട്ടെന്നൊരു ദിവസം പുണ്യവാളനായി എന്നെ ഉപദേശിക്കാനെത്തി. അതിൽ പല ഒരു ഗതികേടുണ്ടോ? നീ തന്നെ വരുത്തി വെച്ച ഗതികേടല്ലേ അത്? നിന്റെ വില നീ തന്നെയല്ലേ കെടുത്തിയത്? തെറ്റ് കണ്ടാൽ ഞാൻ ഇടപെടാറുണ്ട്. ഒരു വല്ലാത്ത തെറ്റിൽ നീ അകപ്പെട്ടിരിക്കാന്ന് അറിഞ്ഞിട്ടാ ഞാനിപ്പോ വന്നത്. യമനുടെ കാര്യല്ലേ? യമന തെറ്റല്ല, ശരിയാ. സുമിത്രയാണ് തെറ്റ്, എ ടോട്ടൽ മിസ്റ്റേക്ക്. എന്നിട്ടും തെറ്റിനെ ശിക്ഷിക്കാതെ ശരിയെ എന്റെ അമ്മ ശിക്ഷിച്ചു. യമുനെ പരസ്യമായി അപമാനിച്ച് ഇറക്കി വിട്ടു. അതിലൊരു അന്യായവുമില്ല. കുറെ കൂടെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അത് ശരി. അപ്പൊ ബാലമാമ അവരുടെ സൈഡാണ്. ഞാൻ ന്യായത്തിന്റെ ഭാഗത്താണ്. ഈ വിഷയത്തിൽ അവരുടെ ഭാഗത്താണ് ന്യായം, നിന്റെ ഭാഗത്തല്ല. ആണല്ലോ? അതെ. എങ്കിൽ നിങ്ങക്ക് പോവാം. നോ നോ സെന്റിമെന്റ്സ്. ഇത് എന്റെ വീടാണ്, പ്രസാദിന്റെ സ്വന്തം വീട്.
ഇവിടെ നിന്നുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തുന്നതിൽ ഒരു മര്യാദയില്ല. അതുകൊണ്ട് ന്യായം പ്രസംഗിക്കുന്ന ന്യായാധിപന് പോകാം, എത്രയും വേഗം. എന്താ കേട്ടില്ലേ? കേട്ടു. പ്രസാദേ, നീ ഗുരുത്വദോഷം വരുത്തി വെക്കരുത്. അരുത് പ്രസാദേട്ടാ, മാലിമമ്മയോട് ഇങ്ങനൊന്നും പറയരുത്. സാരമില്ല മോളെ, അവൻ പറഞ്ഞ ശരിയാണ്. ഇത് അവന്റെ വീടാ. എനിക്കിവിടെ എന്തവകാശം, എന്തധികാരം? ഞാൻ ആരെന്നും എവിടാണെന്നും ഓർക്കാതെ നിലവിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ഭ്രാന്ത്. പ്രസാദ് ആ ഭ്രാന്ത് മാറ്റി തന്നിരിക്കുന്നു. ബാലമാമ പോവുകയാണ്. ഇനി ഉപദേശിക്കാനോ ഉപദ്രവിക്കാനോ ബാലമാമ വരില്ല. ബാലേട്ടാ, 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 ബാലേട്ട പോവരുത്. അവനെന്തോ അറിവില്ലായ്മ പറഞ്ഞെന്ന് വെച്ച്. അറിവില്ലായ്മ അല്ല സുഭദ്രേ, അറിവാ. മാലിമമ്മ, നീ എന്താടാ ഈ കാണിച്ചത്? എടാ, നിന്നോടാ ചോദിച്ചത്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എടാ പറയാൻ. നീ പറയണ്ട, ഞാനും പോവാണ്. എന്റെ ബാലേട്ടന് സ്ഥാനമില്ലാത്തടത്ത് ഞാൻ എന്തിനു നിൽക്കണം? ഇഷ്ടം പോലെ. മോനെ, നിന്നെ ഞാൻ ശപിക്കുന്നില്ല. പ്രസാദേട്ടാ, Get lost! Get lost. അമ്മ, എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവില്ലേ അമ്മ? ഇല്ല മോളെ, ഇനി ഒരു നിമിഷം ഇവിടെ നിന്ന അമ്മ ശ്വാസം മുട്ടി മരിച്ചു പോകും. അമ്മ പോട്ടെ. അമ്മ, 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 പോവില്ലേ അമ്മ? മുത്തശ്ശി, അമ്മയുടെ മുത്തശ്ശി വന്നു. ഇല്ലെന്താ മുത്തശ്ശി? അതിൽ തിന്നാൻ ഒന്നുമില്ല മക്കളെ. മുത്തശ്ശിയുടെ തുണികളാ. മക്കൾക്ക് സുഖമാണോ? ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇല്ല. മുത്തശ്ശി വാ. വാ മുത്തശ്ശി, വാ. എന്താ അമ്മേ ബാഗും ഒക്കെ ആയിട്ട്?
എത്രയോ കാലമായി എൻ്റെ മൂത്ത മോൻ്റെ കൂടെ ഒരു ദിവസമെങ്കിലും നിൽക്കണമെന്ന് ആശിക്കുന്നു. ദൈവം ഇപ്പോഴായി എനിക്കതിനൊരു അവസരം ഉണ്ടാക്കി തന്നത്. അല്ല, അതല്ല കാരണം. എന്തു പറ്റിയമ്മേ? പറയേ. ആദ്യം എനിക്ക് ഇത്തിരി വെള്ളം താമോളെ, എന്നിട്ട് പറയാം. അമ്മ വരൂ. മക്കളെ, മുത്തശ്ശിയുടെ ബാഗ് എടുത്ത് അകത്ത് വയ്ക്കേ. അമ്മ ഇങ്ങനെ ഒന്നും പറയാതിരുന്ന് കരഞ്ഞാലോ? പറയൂ അമ്മേ, എന്താ ഉണ്ടായത്? പ്രസാദമായിട്ട് എന്തെങ്കിലും? അവന്റെ കാര്യമെല്ലാം നീ ബാലേട്ടനോട് പറഞ്ഞിരുന്നല്ലോ. ബാലേട്ടൻ അതേപ്പറ്റി ഞങ്ങളോട് സംസാരിച്ചിരിക്കുമ്പോഴാ പ്രസാദിന്റെ വരവ്. എന്താ ആ ദേഷ്യത്തിന് കാരണമെന്ന് അറിഞ്ഞില്ല. കാര്യം ചോദിക്കാൻ ചെന്ന ബാലേട്ടനുമായി അവൻ വർത്തമാനം പറഞ്ഞ് തെറ്റി. ഒരു തരം ഭ്രാന്ത് പോലെയായിരുന്നു പ്രസാദിന്. സ്വന്തം അമ്മാവനാണെന്നത് കൂടി ഓർക്കാതെയായിരുന്നു അവന്റെ വർത്തമാനം. പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞു മോളെ. ഒടുവിൽ ഒടുവിൽ ബാലേട്ടനോട് അവൻ ഇറങ്ങി പോവാൻ പറഞ്ഞു. ബാലമാമയോട്? ഈശ്വര, ഇവനിത് എന്തു പറ്റിയമ്മേ? എനിക്കറിയില്ല. ബാലേട്ടൻ ഇറങ്ങിയതിന് പുറകെ ഞാനും ഇറങ്ങി രമേശ. എന്റെ ഏട്ടന് നിൽക്കാൻ അവകാശമില്ലാത്തടത്ത് ഞാൻ എങ്ങനെ നിൽക്കും? എനിക്ക് പറ്റില്ല. അമ്മ വിഷമിക്കല്ലേ. എന്നാലും അവൻ ബാലേട്ടനെ പടിക്ക് പുറത്താക്കിയില്ലേ മോളെ. അവനെ തോളിക്കൊണ്ട് നടന്നിട്ടുള്ള മനുഷ്യനാ. സ്നേഹം വാരി കോരി കൊടുത്തിട്ടേ ഉള്ളൂ രണ്ടാൾക്കും. എന്നിട്ട് ആ മനുഷ്യനോട് എന്തുമാത്രം വേദനിച്ചു കാണും ആ മനസ്സ്. അവന്റെ വെളിവ് കെട്ടിരിക്കും അമ്മേ. കുറെ കഴിയുമ്പോ ജീവിതത്തിൽ ഇന്നോളം പഠിക്കാത്ത പാഠങ്ങൾ അവൻ പഠിക്കും. അന്നേ ബോധം വീഴൂ. അന്ന് പശ്ചാത്തപിക്കുകയും ചെയ്യും. അമ്മ സങ്കടപ്പെടാതെ. സുമിത്ര, ഇനി അവിടെ തനിച്ചാണല്ലോ എന്നുള്ളൊരു വിഷമേ ഉള്ളൂ. എനിക്കും വിഷമമുണ്ട്. പക്ഷെ ഇനി വയ്യ മോളെ. അവന്റെ കൂടെ ഇനി ഒരു നിമിഷം പോലും വയ്യ. ഛേ, ഞാനാ ബാലമാമയെ പ്രസാദിന്റെ അടുത്തേക്ക് തള്ളിവിട്ടത്. ആരുടെ മുമ്പിൽ ഗർജിച്ചാലും ബാലമാമയുടെ മുമ്പിൽ അതുണ്ടാവില്ല എന്ന് കരുതി. ആ ധാരണ തെറ്റിപ്പോയി. ഇങ്ങനെ സ്നേഹിക്കുന്നവരെ എല്ലാം വേദനിപ്പിച്ച ഒടുവിൽ ദൈവം ഇവൻ എന്ത് ശിക്ഷയാണോ വെച്ചിരിക്കുന്നത്?
ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ വിശാൽ എല്ലാരും കൂടി എന്നെ എങ്ങനെ ക്രൂശിക്കുന്നത്? എനിക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ, ഒരു ചെറുപേരിൽ വരുത്താൻ ആരുമില്ല. സർ, എന്താ ഇപ്പൊ സംഭവിച്ചത്? വീട്ടിലെന്തെങ്കിലും? ഇനി എന്താണ് അവിടെ സംഭവിക്കാനുള്ളത്? സുഖം, സ്വസ്ഥത, സമാധാനം, കുടുംബജീവിതം എല്ലാം അവിടുന്ന് കെട്ടി കഴിഞ്ഞു. ഇനി അതൊരു കോൺക്രീറ്റ് ശവക്കല്ലറ മാത്രമാണ് വിശാൽ. എനിക്ക് ഒന്നും അങ്ങോട്ട് വ്യക്തമാവുന്നില്ലോ സാർ. സാർ അല്പം റിലാക്സ് ചെയ്യും. എല്ലാരും കൂടി എന്നെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുക, എന്നിട്ട് മാറി നിന്ന് എനിക്ക് നേരെ വിരൽ ചൂണ്ടി കുറ്റപ്പെടുത്തുകയും, അല്ലെങ്കിൽ യമനോട് എന്നെ കണ്ടുപോരുന്ന് വിലക്കാൻ, അവളെ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഇവർക്കെന്ത് അധികാരം? ബാലമാമ അതിന് കൂട്ടുന്നില്ലേ? എന്നെ പരമാവധി കുത്തി നോവിച്ചിട്ട്, എന്നെ സ്നേഹിക്കുന്നവർ അപമാനിച്ചിട്ട് ഇവരെന്ത് നേടി? സ്വന്തം അമ്മാവനെ വീട്ടിൽ നിന്ന് പുറത്താക്കിച്ചില്ലേ ഇവരെന്നെ കൊണ്ട്? അങ്ങനെ ഉണ്ടായോ? ആ ദുഷ്കർമ്മത്തിന്റെ ശാപം എന്നെ ഈ ജന്മം വിട്ടുപോവോ? വീട് വിട്ടിറങ്ങിപ്പോയ എൻ്റെ അമ്മയുടെ ശാപം എന്നെ വെറുതെ വിടുവോ? എല്ലാം ഞാനായിട്ട് ചെയ്തല്ലോ, എന്നെ കൊണ്ട് ചെയ്യിച്ചല്ലേ? ഒടുവിൽ, എല്ലാറ്റിനൊടുവിൽ കുറ്റവാളി ഞാൻ മാത്രം, ബാക്കി എല്ലാവർക്കും മഹത്വം. വയ്യ വിശാൽ, എനിക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. സാറിന് ഇപ്പൊ എന്താ വേണ്ടത്? താനൊരിക്കൽ പറഞ്ഞില്ലേ, നന്മയും തിന്മയും പറ്റിയുള്ള നമ്മുടെ ധാരണകൾ ശാശ്വതമല്ലെന്ന്? ശരിയാണോ? നന്മയെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നത്, നല്ലവരെന്നും സ്നേഹമുള്ളവരെന്നും ഞാൻ കരുതിയിരുന്നവർ ഒന്നും അങ്ങനെയല്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നു. നന്മയും തിന്മയില്ലടോ, തിന്മ മാത്രം. അതിനെ തുടർച്ചയായിട്ട് ആക്രമിക്കുക എന്റെ നാശമാണ് അതിന്റെ ലക്ഷ്യമെന്ന് തോന്നുന്നു. വയ്യടോ, ഐ ആം ടയർഡ്. സർ, ഇത് രക്ഷകൻ. സാറ് കഴിക്കേ, കഴിച്ചോളൂ സർ.